എന്നെ ബാധിക്കും. കാരണം ഞാൻ ജസ്റ്റ് എനിക്ക് ഫേസ്ബുക്കിൽ എന്തെങ്കിലുമൊക്കെ വീഡിയോ കാണാൻ ഞാൻ നോക്കുമ്പോഴത്തേന് ഇങ്ങനെ വന്നിട്ട് ഞാൻ കമൻറ്റ് ബോക്സ് തുറന്നു കഴിഞ്ഞാൽ ഫുള്ളും ഞാൻ എന്തൊക്കെയോ അപരാധം ചെയ്തു. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോന്നേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ രേണുവിൻ്റെ വീഡിയോ തന്നെയാണ്. അപ്പോൾ ഇന്നലെ കിച്ചു വിട്ട വീഡിയോയുടെ ബാക്കി ആയിട്ടാണ് രേണു സത്യം പറഞ്ഞ രംഗത്ത് വന്നേക്കുന്നത്. പക്ഷേ രേണു കിച്ചുവിനെ ഒന്നും പറയുന്നില്ല, പറയാതെ കിച്ചുവിനെ പറയാതെ ബാക്കിയുള്ളവരെ മാത്രമായിട്ടാണ് രേണു പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ കിച്ചു പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ഇന്നലെ പറയുന്നത് കിച്ചുവിൻ്റെ ചാനലിൽ പോയി നിങ്ങളിത് കാണുക. അപ്പോൾ നിങ്ങൾക്ക് അതൊന്നും കൂടെ അത് കിച്ചു പറയുന്ന മനസ്സിലാൻ കാര്യം നമ്മളൊക്കെ ഒരുപാട് അതിനകത്തുനിന്ന് കട്ട് ചെയ്താണ് എടുത്ത് ഇതിനകത്തേക്ക് ഇടുന്നത്. മെയിനായിട്ടുള്ള കുറച്ച് സീൻസ് മാത്രമാണ് ഇടുന്നത്. ആ പറയുന്ന മുഴുവൻ നമ്മളെ കണ്ടിന്യൂറ്റി കേട്ടിരുന്നാലേ ജെനുവിനായിട്ട് തന്നെയാണ് കിച്ചു പറയുന്നത് നമുക്ക് മനസ്സിലാവും. അല്ലാതെ കിച്ചുവിൻ്റെ ഒരു അഭിനയമോ ഒന്നുമല്ല. ചിലർ വന്ന് അത് മിക്കവാറും ഈ PR വർക്ക് എന്ന് പറയുമല്ലോ, അങ്ങനെയുള്ള ആൾക്കാരെന്ന് തോന്നുന്നു ഒന്നിച്ച് പറയുന്നു, എന്നതൊക്കെ അടിച്ചേച്ച് വന്നിച്ച് ചെറുക്കൻ ഇരുന്ന് സംസാരിക്കുക. അങ്ങനെ പറയാൻ തോന്നി ഇവർക്കിതൊക്കെ. ഇങ്ങനെ വന്ന് പറയുന്നത് ആ ഒരു പേരുമില്ല, ഒരു അഡ്രസ്സും ഇല്ലാത്ത കുറേ ഒരു ഫേസോ ഒന്നും ഇല്ലാത്ത ഒരു ഐഡിയിൽ നിന്ന് വന്നിച്ചാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. ഒരു വല്ലാത്ത കുറേ അത് ഫേസ്ബുക്കിലൊക്കെ ഉണ്ട്, കുറേ എണ്ണങ്ങൾ വന്നിച്ച് ഇങ്ങനെ എന്നതൊക്കെയോ പറയുന്നത്, എന്നതൊക്കെയോ പേരിട്ടേച്ച് എന്നതൊക്കെയോ പറയുന്നു. പക്ഷേങ്കിൽ ഇത് മനസ്സിലാക്കിയ ഒരുപാട് പേരുണ്ട്. രേണുവിൻ്റെ കാര്യങ്ങൾ കമൻറ്റിൽ ഒരു പുള്ളിക്കാരി വന്നിച്ചിട്ടേക്കുന്നിട്ട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇതുവരെ ഒരു കമൻറ്റ് ഇട്ടിട്ടില്ല, പക്ഷേ നിങ്ങൾ എനിക്ക് ഇഷ്ടമായിരുന്നു, നിങ്ങളോട് എനിക്ക് വെറുപ്പൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഈ ഒരു കഥ കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾ ആരാ എന്നതാണ് ഈ റിയാക്ഷൻ വീഡിയോക്കാർ എന്തുകൊണ്ടാണ് നിങ്ങളെ ഇതുപോലെ റിയാക്ട് ചെയ്യുന്നതെന്ന് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊരു കമൻറ്റ് ഇട്ടേക്കുന്നത്. പിന്നെ കുറേ പേര് വന്നേച്ച് രേണുവിൻ്റെ ചാനൽ റിപ്പോർട്ട് അടിക്കണം, അറിയാൻ മേലെ ഇൻസ്റ്റയിലാണ് കൊടുത്തിരിക്കുന്നത് കൂടുതലും, അറിയാൻ മേലെങ്കിൽ ഇതിൻ്റെ ഇതുപോലാണ് ഇത് റിപ്പോർട്ട് അടിച്ച് കളയേണ്ടത് എന്ന് പറഞ്ഞ് ഓരോരുത്തർ കൊടുത്തിരിക്കുന്നത്. കാര്യം ഈ കിച്ചുവിൻ്റെ ഒരു സംഭവത്തോടു കൂടിയാണ് കേട്ടോ. കിച്ചുവിൻ്റെ ആ ഒരു വിഷമങ്ങളും ഇതും പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് മനസ്സിന് ഇച്ചിരിയെങ്കിലും ഒരു അലിവുള്ളവർക്ക് അത് കേട്ടിരിക്കാം. എത്ര കഠിന ഹൃദയരാന്ന് പറഞ്ഞാലും നമ്മുടെ കണ്ണൊന്നും നിറഞ്ഞു പോകും. കാര്യം അതുപോലെയാണ് കൊച്ചു ഓരോ കാര്യങ്ങളും പറയുന്നത്. എപ്പോഴും രേണു പറയാറുണ്ട്, എൻ്റെ സുധിച്ചേട്ടൻ സുധിച്ചേട്ടൻ എൻ്റെ ഭർത്താവാണ്. പക്ഷേ രേണു ഒന്ന് ചിന്തിക്കണം, നിൻ്റെ ഭർത്താവാകുന്നതിന് മുമ്പേ ആ മനുഷ്യൻ കിച്ചുവിൻ്റെ അപ്പനായിരുന്നു. അത് നീ ഒന്ന് മനസ്സിലാക്കണം. ഒരിടത്തും കിച്ചു നടന്നേച്ച് ഞാൻ സുധിയുടെ മോന ഈ പറയുന്നതിനകത്ത് പോലും ആ ഒരു പേര് കിച്ചു ആവശ്യമില്ലാതെ എടുത്തിടുന്നില്ല. അങ്ങനെ ഒരു പേരേ എടുത്തിരുന്നില്ല. കാര്യം കിച്ചു ഓരോക്കെ പറഞ്ഞായിരുന്നു, എൻ്റെ അച്ഛൻ്റെ പേര് മറ്റുള്ളവരുടെ മുന്നിൽ കൊണ്ടുവന്ന് വലിച്ച് ഇത് പറയാനായിട്ട് എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞായിരുന്നു. പക്ഷേങ്കിൽ ചിലർ വന്നേച്ച് പറയുന്നുണ്ട്, സുധിയെ കുറ്റപ്പെടുത്തുന്നുണ്ട്, ഇവൻ എങ്ങനെ കെട്ടി വെച്ചു. ഒരു പക്ഷേ അങ്ങേർക്ക് ആദ്യത്തെ ഒരു ബന്ധം അദ്ദേഹത്തിന് പറ്റി കാണത്തില്ല. അതിലൊരു കുഞ്ഞുമായി രണ്ടാമതൊരാളുടെ ജീവിതത്തിലേക്ക് വന്നപ്പം വിചാരിച്ച് കാണും കുഞ്ഞിനെ നോക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് അങ്ങനെ ഈ വന്ന എല്ലാ സാധനത്തിനെയും തലേ ചുമന്നത്. അല്ലാതെ അദ്ദേഹത്തിന് വേറെ ഓരോ ആവശ്യത്തിന് വന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം രേണുവിനെയാണെങ്കിൽ പോലും ഈ കൊച്ചിനെ ഒരുപാട് സ്നേഹിക്കുന്നതെന്ന് കണ്ടുകൊണ്ടാണ്. പക്ഷേ രേണുവിന് സുധിയിലേക്ക് വരേണ്ട ഒരു ചവിട്ടോടി മാത്രമായിരുന്നു കിച്ചു. ആ പടി കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഏണി തള്ളി താഴെ കളയാനാണ് നോക്കിയത്. പക്ഷേ ആ ഏണി അവിടെ ഇരുന്നാലേ എനിക്ക് തിരിച്ച് താഴോട്ടും കൊണ്ട് ഇറങ്ങാൻ പറ്റുള്ളൂ എന്നുള്ളത് രേണു ചിന്തിച്ചില്ല. രേണു വന്നേക്കുന്നത് ഭയങ്കര സങ്കടത്തോടൊക്കെയാണ് വന്നേക്കുന്നത്, വിഷമിച്ച് കുറേ ഇതായിട്ട്. പക്ഷേ ഇത് വന്നിട്ട് കമൻറ്റ് ബോക്സ് ഓഫാണ്. പക്ഷേ ഇത് വേറെ പലരും എടുത്ത് റിയാക്ട് ചെയ്തിട്ടതിനകത്ത് ആരും രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നിട്ട് കാണുന്നില്ല. നമ്മുടെ ഒരു കോമളോ എന്ന് പറഞ്ഞ ചേച്ചി ഉണ്ടായിരുന്നു. ഞാൻ ഫേസ്ബുക്കിലും തപ്പി, യൂട്യൂബിലും എല്ലായിടത്തും ചേച്ചിയെ തപ്പി, ചേച്ചിയുടെ ഒരു പൊടി പോലും ഇല്ല. ഞാൻ നോക്കി, സാധാരണ പുള്ളിക്കാരിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വന്ന് കമൻറ്റ് ഇടുമ്പോഴത്തേക്ക് മറ്റുള്ളവർ ഓടി നിർത്തി ചീത്ത വിളിക്കുന്നവരത്. ഞാൻ പറഞ്ഞില്ലേ, ഈ റിയാക്ഷൻ വീഡിയോക്കാരെന്ന് പറയുമ്പോഴത്തേക്കുണ്ടല്ലോ, അവർ ഇതിന് എന്തെങ്കിലുമൊക്കെ ഒരു തെളിവില്ലാതെ അവർ ഒരു കാര്യം റിയാക്ട് ചെയ്യാൻ വരത്തില്ല. പക്ഷേ ഇത് ഇത്രയും നാൾ ഒന്ന് ഓർത്ത് നോക്കണം, ഒരു മനുഷ്യരെയും ഇതുപോലെ എടുത്ത് റിയാക്ട് ചെയ്യേണ്ടി വന്നിട്ടില്ല ഒരു റിയാക്ഷൻ വീഡിയോക്കാർക്ക്. കാര്യം എന്നാന്ന് വെച്ചാൽ ഇവർ അണിഞ്ഞേക്കുന്ന മുഖംമൂടി അത് വലിച്ച് കീറാനാണ് ഈ റിയാക്ഷൻ വീഡിയോക്കാർ മുഴുവൻ കിടന്ന് ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഇവരിതല്ല, ഇതിനപ്പുറം ഇവർക്കൊരു മുഖമുണ്ട് എന്ന്. ഒരു പക്ഷേ ഇവർ ഈ കിച്ചനോട് ഇവർ സ്നേഹത്തിൽ ഇവർക്ക് എന്നെ മുഖംമൂടി വേണമെങ്കിലും ഇവർ വെച്ചോട്ടെ, ആ കിച്ചനെ ഇവർ സ്നേഹത്തിൽ കൊണ്ടു നടക്കുകയും ആ കൊച്ചിനെ ഇവർ സംരക്ഷിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഒരിക്കലും ഇവരുടെ മുഖംമൂടി ഇവർ എന്നെ തന്നെ തോന്നിയാസം കാണിച്ചതുകൊണ്ട് ഇനിയിപ്പോൾ അങ്ങേറ്റം ഇവർക്ക് എന്തൊരു അഭിഹിതം ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ആരും മൈൻഡ് ചെയ്യാൻ പോകത്തില്ലായിരുന്നു. കാര്യം ആ കൊച്ചിനെ ഇവർ സംരക്ഷിക്കുന്ന അവരൊറ്റ ഇതേ കൊടുക്കത്തുള്ളൂ. പിന്നെ ആ വീട് കൊടുത്തവരെ ചീത്ത വിളിക്കാതിരുന്നാലോ ഒന്നും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇവർ ഉണ്ടാക്കാതിരുന്നെങ്കിൽ ഇവർ നെഗറ്റീവ് ഉണ്ടാക്കാൻ നോക്കി ഒരു 1.5 നെഗറ്റീവ് അങ്ങ് ആയിപ്പോയി. അവസാനം ആളിക്കത്തുന്ന തീ അണയുമെന്ന് പറയുന്ന മാതിരി ആയിപ്പോയി. അത് ആളിക്കത്തുമായിരുന്നു, കത്തി അത് അണയാൻ പോകുന്നതെന്ന് എല്ലാ മനുഷ്യരും വന്ന് കമൻറ്റിലൂടെ പറയുന്നുണ്ടായിരുന്നു. ഈ ആളിക്കത്തിൽ അണയാനാന്ന്. പക്ഷേങ്കിൽ അതിന് എനിക്ക് നെഗറ്റീവ് ഇഷ്ടമാണ്, നെഗറ്റീവ് പറയുന്നോട്ടെ, അത് ഞാൻ ആസ്വദിക്കുന്നുണ്ടെന്ന് പറഞ്ഞ ആൾ ഇപ്പം കരഞ്ഞ് വിളിച്ചാണ് വന്നിരിക്കുന്നത് നെഗറ്റീവ് പറയുന്നതെന്നും പറഞ്ഞുകൊണ്ട്. ഞാൻ കമൻറ്റ് ബോക്സ് നോക്കാറില്ല, ഞാൻ വീഡിയോ ഫേസ്ബുക്കിൽ കയറി ഞാൻ ഒന്നും നോക്കാറില്ലെന്ന് പറഞ്ഞ് കള്ളങ്ങൾ മാത്രം പറഞ്ഞ് നടന്നത് ഓരോരോ കള്ളങ്ങളായിട്ട് തെളിയാനായിട്ട് ദൈവമായിട്ട് ഓരോ വഴികൾ ഒപ്പിച്ച് കൊടുക്കുന്നത് കണ്ടോ.
ഞാൻ കമൻറ്റ് ബോക്സ് നോക്കാറില്ല, എനിക്ക് കമൻറ്റ് ബോക്സ് വെക്കുന്ന ഇഷ്ടമല്ല, ഞാൻ ഇതൊന്നും മൈൻഡ് ചെയ്യാറില്ല എന്ന് പറഞ്ഞു. പിന്നെ തെറി വിളിക്കുന്നെന്ന് പറഞ്ഞു. കമൻറ്റ് ബോക്സിൽ വന്ന് ഇതിന് ചിലപ്പോൾ കിച്ചുവിൻ്റെ വിഷയത്തിന് രേണു കമൻറ്റ് ബോക്സ് എല്ലാം ഓഫ് ചെയ്തിട്ടേക്കാണ്. അതിന് മുന്നേ ആര് എന്നെ പറഞ്ഞാലും പള്ളിയിൽ നിന്ന് വിളിച്ചാൽ പറയും നിൻ്റെ അമ്മയാടാന്ന് പറയും, അല്ലെങ്കിൽ നിൻ്റെ പെണ്ണുമ്പിള്ളയാന്ന് പറയും, അല്ലെങ്കിൽ നിൻ്റെ അപ്പനെ ചെന്ന് വിളിക്കും. കുടുംബക്കാരെ മൊത്തം രേണു നടന്ന് ചീത്ത വിളിക്കുന്നുണ്ടായിരുന്നു ഇല്ലേ? രേണുവിനെ ചീത്ത വിളിക്കുന്നതിൻ്റെ ഇരട്ടിയാണ് രേണു തിരിച്ച് വിളിച്ചുകൊണ്ടിരുന്നത്. അത് ഏത് കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിയാലും കാണാം. അപ്പോൾ നമുക്ക് രേണു പറയുന്ന കാര്യങ്ങൾ ആദ്യം നമുക്ക് അങ്ങോട്ട് കേൾക്കാം. ഫേസ്ബുക്കും ഇൻസ്റ്റയും, ഫേസ്ബുക്കാണ് ഏറ്റവും കൂടുതൽ. ഒന്നും തുറക്കാൻ പറ്റുന്നില്ല. ഇവർക്ക് ഈ കണ്ടൻറ്റോളികൾക്ക് രേണുസുതി വിത്ത് അല്ലെങ്കിൽ എബോവ് രേണുസുതി, ഈ രേണുസുതി എന്നുള്ള കണ്ടൻറ്റ് മാത്രമേ ഉള്ളൂ അവർക്ക്. ഈ ഒരു പറഞ്ഞ കാര്യത്തിൽ ഞാൻ ചോദിക്കട്ടെ, ഫേസ്ബുക്ക് തുറന്നാൽ മുഴുവൻ നിങ്ങളാന്ന് പറഞ്ഞു. ഈ കഴിഞ്ഞ ഇടയ്ക്ക് നിങ്ങൾ പറഞ്ഞായിരുന്നോ ഫേസ്ബുക്കും ഇൻസ്റ്റയിലും യൂട്യൂബും എവിടെ നോക്കിയാലും ഞാനേ ഉള്ളൂ എന്ന് പറഞ്ഞ് എന്നാ സന്തോഷത്തിലായിരുന്നു, എന്നാ തമാശയായിട്ടാണ് നിങ്ങളത് പറഞ്ഞു പോയിക്കത്. ഇപ്പോൾ പിന്നെ നിങ്ങൾക്ക് എന്താ ഇത് തന്നെയാണ് നിങ്ങളോട് മറ്റുള്ളവരും പറയുന്നത്. ഈ പൈസ കൊടുത്ത് ഫോൺ ചാർജ് ചെയ്ത് വെച്ചാൽ നിങ്ങളേ ഉള്ളൂ തുറന്നാൽ. എത്രയോ പേര് ചോദിച്ചിട്ടുണ്ട് ഈ സാധനത്തിനൊന്ന് കാണാതിരിക്കാൻ എന്തെങ്കിലും വഴികളുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. കമൻറ്റ് ബോക്സിൽ കാണും ഇതിനൊന്ന് കാണാതിരിക്കാൻ. റിയാക്ഷൻ വീഡിയോക്കാരെ പോലും വെറുത്ത് പോയത് നിങ്ങളുടെ വീഡിയോസ് എടുത്ത് റിയാക്ട് ചെയ്യുന്നതുകൊണ്ടാണ്. കാര്യം നിങ്ങളെ അങ്ങനെയും കാണേണ്ടി വരുന്നല്ലോ എന്ന് പറഞ്ഞാണ് ആൾക്കാർ വെറുത്ത് തുടങ്ങിയത്. നിങ്ങളുടെ പ്രവൃത്തികളാണ് ഈ കമൻറ്റിലൂടെ ആൾക്കാർ ഇത്രയും നിങ്ങളെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങളെ സ്നേഹിച്ചവർ മൊത്തം നിങ്ങൾ ആ ഇടയ്ക്ക് ഇത് തുടങ്ങി ആ സമയത്ത് നിങ്ങളോട് കുറേ പേർക്ക് വെറുപ്പായി തുടങ്ങിയായിരുന്നു. പക്ഷേ നിങ്ങൾക്കതൊക്കെ മാറ്റി കൊണ്ടുവരാം. നിങ്ങൾ വെറുപ്പിലൂടെ എന്നതോ നേടുന്ന മാതിരി ഒരു വാശി പോലെയാണ് നിങ്ങൾക്ക് വെറുപ്പെന്ന് പറയുന്ന കാര്യം നിങ്ങൾക്ക് കൂടെ കൂട്ടുക എന്നുള്ളത്. അങ്ങനെ നിങ്ങൾ കൊണ്ടു നടന്നതാണ്. സാധാരണ നമ്മളൊരു മനുഷ്യൻ കരയുന്ന കാണുമ്പോൾ നമ്മുടെ മനസ്സ് പെട്ടെന്ന് അറിയും. പക്ഷെ രേണു ഉള്ള സത്യം പറയാം, രേണു കരയുന്ന കണ്ടിട്ട് യാതൊരു സഹതാപവും തോന്നുന്നില്ല. കാര്യം അതിലേറെ കിച്ചുവിൻ്റെ ആ ഒരു പറഞ്ഞ വാക്കുകളും കാര്യങ്ങളും ഒന്നും മനസ്സിൽ നിന്ന് അങ്ങോട്ട് പോകുന്നില്ല. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ. കാര്യം കിച്ചു പറഞ്ഞ ഓരോ കാര്യങ്ങളും ഉണ്ടല്ലോ, ഞാൻ സാധാരണ ഒരു വീഡിയോ ചെയ്യും എടുക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അത് ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ കാര്യം അന്നേരം മറക്കും. ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് പോകാതെ കിടന്ന് 2-3 വീഡിയോ ഒക്കെ ഉള്ളൂ. ഒന്ന് രഹനയുടെ ആ ഒരു വീഡിയോ, അവർ ആ ഒരു ഹസ്ബൻഡ് മരിച്ചതിൻ്റെ ആ ഒരു ഇതിൽ പറയുന്ന ആ ഒരു ഇത് എനിക്ക് ആ ഒരു ഭയങ്കര ഒരു ഇതായി കൊച്ചുങ്ങളുടെയൊക്കെ ഇത് അതുങ്ങളൊക്കെ പറയുന്നത് കണ്ടപ്പം ആ ഒരു വിഷമം നമുക്ക് വല്ലാതായിപ്പോയി. അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ഒരു ഇതായിട്ട് ഉണ്ടായതാണ് ഒരു പഞ്ചെന്ന് പറഞ്ഞാൽ കുരങ്ങിൻ്റെ ഒരിത്, അതും എനിക്ക് വല്ലാതൊരു ഫീലായിട്ട് മനസ്സിൽ നിന്ന് കുറേ ദിവസം അതൊക്കെ പോകാൻ കിടന്നു. പിന്നെ ഈ കിച്ചുവിൻ്റെ ഈ കാര്യം ഇതും എൻ്റെ മനസ്സിൽ നിന്ന് പെട്ടെന്ന് അങ്ങോട്ട് പോകുന്നില്ല. ഉള്ള സത്യം പറയാം, കിച്ചു പറയുന്ന ഓരോ വാക്കുകളും ചില സമയത്ത് എനിക്കൊന്നും മിണ്ടാൻ പോലും തോന്നുന്നില്ല. ഇങ്ങനെ അത് മനസ്സിലേക്ക് വീണ്ടും വരുന്നുണ്ട്. ഇതുപോലെ ആർക്കൊക്കെ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം തോന്നിയെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. രേണു ഇപ്പോൾ ആ ഒരു വിഷയം രേണുവിന് മനസ്സിലായി, കൈവിട്ട് പോയെന്ന് മനസ്സിലായി. അതിനാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഇത് കരഞ്ഞുകൊണ്ട് വന്നേക്കുന്നത്. ഈ രേണുസുതി എന്നുള്ള കണ്ടൻറ്റ് മാത്രമേ ഉള്ളൂ അവർക്ക്. ഇല്ല, വേറെ കണ്ടൻറ്റുകളൊക്കെ ഉണ്ട്, വേറെ കണ്ടൻറ്റുകളൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. രേണുസുതി എന്നുള്ള കണ്ടൻറ്റ് ചെയ്യുന്നത് എന്നാന്ന് ചോദിച്ചാൽ രേണുസുതി നല്ല അടിപൊളി കണ്ടൻറ്റുകളല്ലേ തരുന്നത്. അതുകൊണ്ടാണ് നിങ്ങളതായിരുന്നല്ലോ ആഗ്രഹിച്ചിരുന്നത്. റിയാക്ഷൻ വീഡിയോക്കാർ നിങ്ങളുടെ കണ്ടൻറ്റ് എടുക്കണം, നിങ്ങളോട് റിയാക്ട് ചെയ്യണം, അതിന് വേണ്ടി നിങ്ങൾ മെനക്കെട്ടങ്ങ് ഇറങ്ങിക്കുമായിരുന്നു. ഇപ്പം എന്നെ അതങ്ങ് നൊന്തോ? ഇപ്പം അത് വേണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഇപ്പം ഇനി റിയാക്ഷൻ വീഡിയോക്കാരിടുന്ന കമൻറ്റും മറ്റുള്ളവർ പറയുന്നതും ഈ കണ്ടൻറ്റ് ഒന്നും വേണ്ടേ? ഇത്രയും പ്രതീക്ഷിച്ചില്ല അല്ലേ? കാര്യം ഇത്രയും പ്രതീക്ഷിക്കാത്തതിൻ്റെ കാര്യം എന്നറിയോ, കിച്ചുവിൻ്റെ ഇവരുടെ കൂടായിരുന്ന സമയത്ത് സുധി ഉണ്ടായിരുന്ന സമയത്തും അതെ, അതിന് ശേഷം ഈ കൊച്ചൊരിച്ചിരി ഒരു മോശം എതിരേക്ക് അതിൻ്റെ ലൈഫ് ഒന്ന് പോയി. പക്ഷെ അതിൽ നിന്ന് അത് തിരുത്തി വന്നു. എന്നാലും അതിനെ അത് പറഞ്ഞ് അടിച്ചമർത്തി ഇടുമായിരുന്നു. നിൻ്റെ ഈ കാര്യം നാട്ടുകാരറിയും, നിന്നെ വലിച്ച് കീറും. തന്നെയല്ല, കിച്ചു എന്നേലും ഒരു കാര്യം വന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ താഴെ ചില കമൻറ്റുകൾ കണ്ടിട്ട് അത് PR വർക്ക് തന്നെയാണല്ല, വേറെ ഒന്നുമല്ല. വന്നേച്ച് പറയും കള്ളും കുടിച്ചിട്ട് ഇരിക്കും അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ കൊച്ചിനെ ഓരോ വേണ്ടാതിനങ്ങൾ പറയാമായിരുന്നു. അതുകൊണ്ട് അത് കാണുമ്പോൾ ഒന്നും കൂടെ അതിനങ്ങ് ഭയമായി, അത് മൂടിപ്പോയി. പക്ഷേ അത് തന്നെ വന്ന് സത്യങ്ങൾ പറഞ്ഞു. അതാണ് ഏറ്റവും വലിയ ധൈര്യം എന്ന് പറയുന്നത്. ഞാൻ തെറ്റ് ചെയ്തു, ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തു, പക്ഷേ ആ തെറ്റിൽ നിന്ന് ഞാൻ മാറി എൻ്റെ ജീവിതം നല്ല ഇതിലേക്ക് കൊണ്ടുവന്നെന്നും അത് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അത് പുറത്തേക്ക് വിട്ടതിൻ്റെ ഒരു കാരണം ഇതാണ്. പല കാര്യങ്ങളും അതിനെ എതിർക്കാൻ പറ്റാത്തതിൻ്റെ കാര്യം ഈ ഒരു കാര്യം പറഞ്ഞ് അതിനെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുമായിരുന്നു. അതുകൊണ്ടാണ്. പക്ഷെ ഇവരാരും പ്രതീക്ഷിച്ചില്ല ഈ കൊച്ചു വന്നൊരിക്കലും ഇങ്ങനെ ഒരു കാര്യം പറയുന്നുള്ളത്. നമ്മൾ തെറ്റ് ചെയ്യും. രേണുവിനാണേലും ഇനി തിരുത്താൻ ഒരുപാട് സമയങ്ങളുണ്ട്, ഒരുപാട്. ഈ കാണിച്ച് കൂട്ടിയതൊക്കെ മാറ്റാം. എന്നെ ബാധിക്കുന്ന കാര്യമല്ലെങ്കിൽ പോലും ചിലതൊക്കെ എന്നെ ബാധിക്കും. കാരണം ഞാൻ തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളൊന്നും രേണുവിനെ ബാധിക്കുന്ന കാര്യങ്ങളല്ല.
കാര്യം രേണുവിന് ഉള്ള പ്രശ്നങ്ങൾ രേണുവിന് ഓരോരുത്തരും ഒന്ന് കമൻറ്റ് പറയുമ്പോൾ രേണു അതിനൊന്ന് തമാശ രീതി പോലെ ഒരു നീ പോടാ നീ എൻ്റെ ലൈവ് വരണ്ടടാ എന്നും പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ഒരാൾ ചീത്ത വിളിച്ചതിന് ഭയങ്കര ഇത് കാണിച്ചില്ല, ആ പാട്ട് പാടി കുളവാക്കുന്നതിന് ആരോ ഒന്ന് ചീത്ത വിളിച്ചാണ്. അതിന് എത്ര തമാശയായിട്ട് എത്ര ആസ്വദിച്ചാണ് അതിനേക്കാൾ റിപ്ലൈ കൊടുത്തത്. കളിയോടും ചിരിയോടും കൂടിയല്ലേ അതിനേക്കാൾ തിരിച്ച് റിപ്ലൈ കൊടുത്തത്. ചിലതൊക്കെ എന്നെ ബാധിക്കും, ചിലതൊക്കെ എന്നല്ല കിച്ചു പറഞ്ഞ കാര്യങ്ങളാണ് രേണുവിനെ ബാധിച്ചേക്കുന്നത്. ഇത്രയും കാലം ആരെന്നാ പറഞ്ഞെന്ന് പറഞ്ഞാലും രേണുവിന് അതിനൊരു ന്യായീകരണം ഉണ്ടായിരുന്നു. കാര്യം നമ്മളിപ്പോൾ ഒരു റിയാക്ഷൻ മീഡിയക്കാർ ഒരു കാര്യം ചെയ്യുന്നു പറഞ്ഞാൽ ഒരാൾ പറഞ്ഞു ഇന്നയാൾ പറഞ്ഞു എന്നും പറഞ്ഞാണ് വരുന്നത്. പക്ഷെ അതൊക്കെ രേണുവിന് ഏത് രീതിക്ക് വേണമെങ്കിലും തട്ടിക്കളയായിരുന്നു. ഒന്നെങ്കിൽ ആ പറഞ്ഞ ഒരാളെ കൊണ്ടുവരട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ പോയി ആളെ കണ്ടുപിടിച്ചുകൊണ്ട് പോവാ, ഇങ്ങനെയൊക്കെ പറയായിരുന്നു. ആ പ്രശ്നങ്ങളൊക്കെ അങ്ങനെ തള്ളിവിട്ടു. പക്ഷെ കിച്ചുവിൻ്റെ ഈ ഒരു വിഷയം കിച്ചു നേരിട്ട് സമയം കിച്ചു പറഞ്ഞെന്ന് പറഞ്ഞ് ഒരാൾ ഇട്ടിരുന്നേ പോലും ഇത്രയും ഇത് വരത്തില്ലായിരുന്നു. രേണു ഇത്രയും പ്രശ്നമാകില്ലായിരുന്നു രേണുവിന്. പക്ഷെ ഇത് കിച്ചു തന്നെ നേരിട്ട് വന്ന് പറഞ്ഞാണ് രേണുവിനെ തകർത്ത് കളഞ്ഞത്. എനിക്ക് ഫേസ്ബുക്കിൽ എന്തെങ്കിലുമൊക്കെ വീഡിയോ കാണാൻ ഞാൻ നോക്കുമ്പോഴത്തേന് ഇങ്ങനെ വന്നിട്ട് ഞാൻ കമൻറ്റ് ബോക്സ് തുറന്നു കഴിഞ്ഞാൽ ഫുള്ളും ഞാൻ എന്തൊക്കെയോ അപരാധം ചെയ്തെന്നുള്ള മട്ടിലാണ് ഇത് മുഴുവനും. എല്ലാവർക്കും അറിയാം ചെയ്തിട്ടില്ലേ, അതാണ് പറഞ്ഞത്. ഇപ്പോഴും ഒരു കാര്യങ്ങൾ ചെയ്ത് തെറ്റാണെന്നോ അത് തിരുത്തണമെന്നോ അങ്ങനെയുള്ള ഫീലിങ്സ് ഒന്നും അല്ല. പിന്നെ ഈ കമൻറ്റ് ബോക്സ് നോക്കുകയില്ലെന്ന് പറഞ്ഞാൽ എന്നാത്തിനും ഈ കമൻറ്റ് ബോക്സിലോട്ട് നോക്കുന്നത്? ഫേസ്ബുക്ക് ഇങ്ങനെ നോക്കി നോക്കി പോയാൽ മതിയല്ലോ. കമൻറ്റ് ബോക്സ് ഞാൻ നോക്കത്തേ ഇല്ല, ഞാൻ വശത്തേക്ക് ശ്രദ്ധിക്കത്തില്ല. എന്നെ ഇപ്പോൾ ഒന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് എന്നാ പറഞ്ഞാൽ എനിക്ക് നോക്കത്തില്ല, പക്ഷെ എന്നെ പിച്ചാൻ നോക്കും, നുള്ളിയാൻ നോക്കും, എനിക്കിട്ടൊന്ന് അടിച്ചാൽ നോക്കും എന്നൊക്കെ പറഞ്ഞ ആൾക്ക് ഇപ്പോൾ ഇന്നൊരൊറ്റ ദിവസം കൊണ്ട് ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടുള്ള കാരണം എന്നാന്ന് പറയുന്നില്ല. ഈ വീഡിയോയിൽ ഇത്രയും നേരം കരഞ്ഞ് പറയുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുന്നവരെയും റിയാക്ഷൻ ചെയ്യുന്നവരെയും മാത്രം പറയുന്ന പോലെയാണ് കാര്യങ്ങൾ പറയുന്നത്. പക്ഷേ ഇതിന് കാരണം എന്നാന്നോ രേണു എന്നാത്തിനാണ് ഈ കരയുന്നതെന്ന് മാത്രം പറയുന്നില്ല. കാരണവും കൂടെ പറ, അത് പറയാതെ ഇങ്ങനെ കരഞ്ഞിട്ട് എന്നെ എടുക്കാനാ? മട്ടിലാണ് ഇത് മുഴുവനും. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു കണ്ടന്റാണ് രേണു സുധി. ഇവരൊക്കെ എന്തിന് കാശ് കിട്ടുന്നുണ്ടായിരിക്കും അവർക്ക് മാസം? കിട്ടുന്നുണ്ട്, പക്ഷെ എല്ലാതൊന്നും കിട്ടുന്നില്ല. അതറിയാമല്ലേ, രേണുവിൻ്റെ ചില വീഡിയോസ് ഒക്കെ എടുത്താണ്ടല്ലോ പരസ്യം പോലും യൂട്യൂബ് കട്ട് ചെയ്ത് വിടുവാണ്. നമുക്കതിനകത്ത് ഒരു വരുമാനം കിട്ടത്തില്ല. കാര്യം എന്ന് വെച്ചാൽ ഒരു വീഡിയോ ഇങ്ങനെ അങ്ങ് പോകുന്നത് മാത്രമേ ഉള്ളൂ. നമുക്ക് നിങ്ങൾ ഇടുന്ന വൾഗറായിട്ടിടുന്ന ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ നമ്മളൊന്ന് ഇട്ട് പോയെങ്കിൽ ഭയങ്കര ഇതാണ്. ചെക്കിങ്ങും കാര്യങ്ങളും വന്നു കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ 24 മണിക്കൂർ നേരത്തേക്കെന്ന് പറയും. പക്ഷേ ആ ഒരു വീഡിയോയ്ക്ക് ഫുള്ളും അങ്ങനെ ആയിരിക്കും പോകുന്നത്. പിന്നെ ഡോളർ കയറത്തില്ല. പിന്നെ പൈസ ഒരുപാട് കിട്ടുന്നുണ്ടായിരിക്കും എന്ന് പറയുന്ന ആൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ മറ്റേ പെയ്ഡ് ഇത് ചെയ്തേക്കുന്നത്? സബ്സ്ക്രൈബ് ചെയ്ത് ബാ എന്നും പറഞ്ഞ് വിളിക്കുന്നത്, പെയ്ഡ് ചെയ്യാനെന്ന് പറഞ്ഞ് വിളിക്കുന്നത് പൈസയ്ക്കല്ലേ? ഇത് കേട്ടാൽ തോന്നും പുള്ളിക്കാരിക്ക് പൈസയുടെ യാതൊരു ആവശ്യമില്ല. പിന്നെ രേണുസുധി തന്നെ കണ്ടന്റ് തന്നെ നിങ്ങൾ മര്യാദയ്ക്ക് ചോദിച്ചാൽ ആരും നിങ്ങളുടെ കണ്ടന്റാക്കി എടുക്കുകയില്ല. നിങ്ങളെ തന്നെ കണ്ടന്റാക്കി എടുക്കണമെന്ന് ആർക്കും നിർബന്ധമില്ല. ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്, ഒരുപാട് വീഡിയോസ് ഉണ്ട്. ഞാൻ ഒരു വീഡിയോ എത്ര ദിവസം കൊണ്ട് ചെയ്തു വെച്ചേക്കുമെന്നറിയാം. ഈ ഒരു ഇത് വരുന്നുണ്ട്, ഇതിലേക്ക് ഇങ്ങനെ പോകുന്നു. അത് ഇടാൻ പോലുള്ള സമയം കിട്ടുന്നില്ല. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നിങ്ങളെ കുറേ പേര് നിങ്ങളുടെ തെറ്റുകളെ സപ്പോർട്ട് ചെയ്ത കുറേ ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഈ റിയാക്ഷൻ വീഡിയോക്കാർ വീണ്ടും വീണ്ടും ഓരോ തെളിവ് കിട്ടുമ്പോഴത് മുന്നിലേക്ക് കൊണ്ടു കൊടുക്കുന്നത്. ഇതിപ്പോൾ ആഘോഷിക്കാൻ ഈ ഒരു വീഡിയോ ഞാൻ ഇട്ട് കഴിഞ്ഞ് ഇത് ആഘോഷിക്കാൻ ആൾക്കാർ കാണും ഇഷ്ടം പോലെ. അവള് കള്ളക്കരച്ചിലുമായിട്ട് ഇറങ്ങി, അവള് മുതലക്കരച്ചിലുമായിട്ട് ഇറങ്ങി. ഞാനും ഒരു മനുഷ്യനാണ്. തീർച്ചയായിട്ടും രേണു ഒരു മനുഷ്യനായിട്ട് തന്നെയാണ് കാണുന്നത്. അല്ലാതെ രേണുവിനെ ഒരു മനുഷ്യനായിട്ട് രേണു തന്നെ പറയുന്ന വാക്കുകളും രേണു തന്നെ കാണിക്കുന്ന കാര്യങ്ങളും മാത്രമാണ് എടുത്ത് റിയാക്ട് ചെയ്യുന്നത്. അല്ലാതെ വേറെ ഒരു കാര്യങ്ങളും റിയാക്ട് ചെയ്യുന്നില്ല. ഒരു കാര്യങ്ങളും റിയാക്ട് ചെയ്യാൻ വരുന്നില്ല. നിങ്ങൾ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾ എല്ലാവരും ഇങ്ങനെ പല്ലിന്നോ അഭിനയിക്കരുത് അങ്ങനെയൊക്കെ പറഞ്ഞുള്ള കളിയാക്കും കാര്യങ്ങളും ഒക്കെ ഉള്ളായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് നിങ്ങളൊന്ന് ഇച്ചിരി ഡൗൺ ആണെന്ന് കണ്ടുകഴിയുമ്പോൾ നിങ്ങളൊരു നെഗറ്റീവ് എവിടെന്നെങ്കിലും പൊക്കിക്കൊണ്ട് വന്ന് നിങ്ങൾ തന്നെ അത് ഇട്ട് കൊടുത്തേച്ച് നിങ്ങൾ പറയും ഇവരൊക്കെ എങ്ങനെ ഇത് അറിയുന്നു? നിങ്ങളുടെ കൂടെ നടക്കുന്ന മീഡിയക്കാരൊക്കെ എവിടെ? ഇപ്പം അവരൊക്കെ എവിടെ? അവർക്ക് എന്നതെല്ലാം വാരം നിങ്ങളിട്ട് ഇപ്പം ഈ പ്രാവശ്യം നിങ്ങൾ എയർപോർട്ടിൽ നിന്ന് കയറി പോകുന്നതിന് നിങ്ങൾ എന്നതെല്ലാം കാര്യങ്ങളാണ് അവിടെ ഇട്ട് കുടഞ്ഞിട്ട് കൊടുത്തേച്ച് പോയത് ഇല്ലേ? അതുകൊണ്ടല്ലേ നിങ്ങൾ വീണ്ടും വീണ്ടും ഇതാന്നേ നിങ്ങൾ ഇപ്പം ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ പെട്ട് നിൽക്കുവാണ്. കാര്യം നിങ്ങൾക്കിതിനെ ഒന്നും ക്ലിയറായിട്ട് പറയേണ്ട ഒരു കാര്യങ്ങളില്ല. കാര്യം കിച്ചുവാണ് വന്നേച്ച് പറഞ്ഞേക്കുന്നത്, വേറെ ആരുമല്ല പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് അതിനെതിരെ പറയേണ്ട ഒന്നുമില്ല. ആ കൊച്ചിനെ പേടിപ്പിച്ച് പക്ഷെ ഭയങ്കരമാണ് രേണു ആ കൊച്ച് അനുഭവിച്ച്. ഇപ്പം നിങ്ങൾ ഈ കരയുന്ന കണ്ണുനീര് ഇപ്പം ഈ വീഡിയോ കണ്ട് ഇവർ കരയുന്ന കാര്യങ്ങൾ ഓർത്ത് സഹതപിക്കുന്നവർ നിങ്ങൾ ഇത് കാണുന്നതിന് മുന്നേ ആ കിച്ചുവിൻ്റെ വീഡിയോ പോയി നിങ്ങളൊന്ന് കണ്ടു നോക്കുക. നമുക്കത് മുഴുവൻ കണ്ടു തീർക്കാൻ പറ്റത്തില്ല. ഒരു മനുഷ്യൻ ആ ഒരു പ്രായത്തിൽ ആ കൊച്ചു പ്രായത്തിൽ ആ കൊച്ച് അനുഭവിച്ച മാനസിക ബുദ്ധിമുട്ട് അതിനകത്ത് പറയുന്നുണ്ട്. ഒരപ്പൻ മരിച്ച് അവിടേക്ക് പോകുന്ന സമയത്ത്
ടൂറ് പോകുന്ന പോലെ അടിച്ച് പൊളിച്ച് പോവുക, 5 സ്റ്റാർ ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കുക, എന്നതൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്. ആ മരണച്ചടങ്ങിനുണ്ടായ ബില്ല്, അതൊക്കെ കൊച്ചു പറയുന്നത് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ. എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ സൂയിസൈഡ് ചെയ്യാം, കാരണം ഇത് കേൾക്കാതിൻ്റെ അപ്പുറം ഞാൻ കേട്ട്. പക്ഷെ രേണു ഈ പറയുന്നൊരു കാര്യം സൂയിസൈഡ് ചെയ്യുന്നുണ്ട്, അതൊരു പരിഹാരമാണോ രേണു ഈ പറയുന്ന കാര്യം? നിങ്ങളിപ്പോൾ ഇങ്ങനെ ഈ സൂയിസൈഡ് ചെയ്യുന്ന കാര്യത്തെപ്പറ്റി നിങ്ങൾ ആ കൊച്ചിനെ പറ്റി ചിന്തിക്കുന്നുണ്ടോ? കിച്ചു അനുഭവിച്ചതിൻ്റെ ബാക്കി അത് അനുഭവിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഇങ്ങനെ ഈ സൂയിസൈഡിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇച്ചിരിയെങ്കിലും ആ കുഞ്ഞിനോട് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പറയരുത്. സൂയിസൈഡും മറ്റും പറഞ്ഞല്ല വരേണ്ടത്. നിങ്ങൾക്ക് പറ്റിയ തെറ്റ് എവിടെ നിങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കി അവിടെ നിങ്ങൾ തിരുത്തി ഇനിയും തുടങ്ങുക. ഇനിയും നിങ്ങൾക്ക് മുന്നോട്ട് പോകാം, നല്ലപോലെ മുന്നോട്ട് പോകാം. നിങ്ങളെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നൊരു ദിവസം വരും. അതുപോലെ നിങ്ങൾക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ട് നിങ്ങൾക്ക് എവിടെയാണ് തെറ്റ്, നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആവശ്യമില്ലാത്തവരെല്ലാം പറഞ്ഞു വിടുക. അവർക്ക് പണി ചെയ്ത് ജീവിക്കട്ടെ. അവരൊക്കെ പണി ചെയ്ത് നിങ്ങളുടെ അപ്പനും അമ്മയ്ക്കും വയ്യ, അവർ നിങ്ങളുടെ കൂടെ നിൽക്കട്ടെ. ബാക്കിയുള്ളവരൊക്കെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടേച്ച് നിങ്ങൾ ഈ കൊച്ചിനെയും കൂടെ കൊണ്ടുപോയി നിങ്ങൾ അവിടുത്തെ കാര്യങ്ങൾ നോക്കുക. കിച്ചുവിനൊരു ജോലി ആകുന്നിടം വരെ നിങ്ങൾ ചിലപ്പോൾ കഷ്ടപ്പെടേണ്ടി വരുമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ മതി. നിങ്ങളുടെ വീട്ടിലെ കണ്ടൻറ്റും കാര്യങ്ങളും മാത്രം എടുത്തിട്ടാൽ മതിയല്ലോ. നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. നിങ്ങൾക്ക് ഇനി അഭിനയിക്കാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് അതും ചെയ്യാം. നിങ്ങൾ അഭിനയിക്കുകയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. ആ 2 കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നോക്കി എത്ര സന്തോഷമായിട്ട് നിങ്ങൾക്ക് പോകാം. നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറയുമോ? പക്ഷെ ഇപ്പോഴും നിങ്ങൾ അതൊന്നും തിരുത്താനല്ല നിങ്ങളെ ആരൊക്കെയോ നിങ്ങൾ ചെയ്യാത്ത തെറ്റിന് നിങ്ങളെ ഓരോന്നും പറഞ്ഞു എടുത്തു എന്ന് പറഞ്ഞാണ് ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങളെ ചെയ്യാത്ത തെറ്റെന്ന് പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴും പറയുന്നത് കിച്ചുവിൻ്റെ കാര്യം തന്നെയാണ് നിങ്ങൾ പറയുന്നത്. ചില കാര്യങ്ങൾ എന്നെ ബാക്കിലോട്ട് നിർത്തുവാണ്, ചില കാര്യങ്ങൾ എന്നെ പിടിച്ചു വെക്കുവാണ് സൂയിസൈഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? പക്ഷെ എനിക്കറിയില്ല, ഇത് ഈ നിരന്തരം ഈ നെഗറ്റീവ് കോളുകളുടെ ഈ ഒരു ഇതെനിക്ക് സ്ട്രെസ് താങ്ങാനാവാതെ ചിലപ്പോൾ ഞാൻ അങ്ങനെ തന്നെ ചെയ്യുമായിരിക്കും. നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ പബ്ലിക്ക് വന്നാണ് നിങ്ങൾ പറഞ്ഞേക്കുന്നത്. ഇങ്ങനെ ഈ ഒരു ആത്മഹത്യ ഭീഷണി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേര് കേസെടുക്കാൻ വരെ വകുപ്പുണ്ട്. അതൊന്നും നിങ്ങൾക്ക് അറിയാൻ മേലെ. ഇപ്പം നിങ്ങൾ ഈ ഒരു കാര്യം കൊണ്ട് വന്നേക്കുന്ന എന്നതിനാണെന്നറിയാം, നിങ്ങളിത് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ എല്ലാവരും നിങ്ങളോട് പോയി അങ്ങനെ ചെയ്യേ എന്ന് നിങ്ങളോട് പറയുമെന്നോർത്താണ്. പക്ഷേ കമൻറ്റിലൂടെ ഓരോരുത്തർക്ക് വരുന്നുണ്ട്, ഒരിക്കലും റിയാക്ഷൻ വീഡിയോക്കാർ അങ്ങനെ പറയുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാര്യം പറയാത്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ആ ഒരു പഴി അവരുടെ തലയെ കെട്ടിവെക്കും. നിങ്ങൾ എന്നതെങ്കിലുമൊക്കെ നൈസായിട്ടൊന്ന് ഒപ്പിച്ച് വെക്കും. ഒപ്പിച്ച് വെച്ച് നിങ്ങൾ പറയും റിയാക്ഷൻ വീഡിയോക്കാർ കാരണമാണ് ഞാൻ ഇങ്ങനെ കാണിച്ച് എന്ന് നിങ്ങൾ ആക്കി തീർക്കും. അങ്ങനെ നിങ്ങൾക്ക് സിമ്പതി കിട്ടും. പക്ഷെ നിങ്ങളിപ്പോൾ പെട്ടിരിക്കുന്ന ഒരു കാര്യം, നിങ്ങളൊരു കയത്തിലാണ് ഇപ്പോൾ പെട്ടേക്കുന്നത്. ആ കയത്തിൽ നിന്ന് നിങ്ങൾ രക്ഷിക്കാൻ നിങ്ങൾക്ക് ആരെന്നെല്ലാം തന്നാലും നിങ്ങൾ രക്ഷപ്പെടുകയല്ല, ഞാൻ ഈ കയത്തിലേക്ക് തന്നെ പോകുമെന്ന് പറഞ്ഞ് നിൽക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ വീണ്ടും ഇങ്ങനെ പ്രശ്നത്തിലേക്ക് പോകുന്നത്. നിങ്ങൾക്ക് കിച്ചനെ വിളിച്ച് സംസാരിക്കാം, എൻ്റെ ഭാഗത്തു നിന്ന് എന്ത് തെറ്റാണ് വന്നത് എനിക്കത് മനസ്സിലായി, അല്ലെങ്കിൽ മോനെ നീ തിരിച്ചു വാ, നമുക്ക് ഒന്നിച്ചിരിക്കാം. അങ്ങനെ നിങ്ങൾ സ്നേഹത്തിൽ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് എന്നും തുണയാകും ആ 2 കുഞ്ഞുങ്ങളും. നിങ്ങളിപ്പോൾ ഇച്ചിരി കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ തുണയായിട്ട് ആ കൊച്ചുങ്ങൾ കാണും. നിങ്ങൾ ഇനിയേലും നിങ്ങളിത് മാറ്റും. പക്ഷേ നിങ്ങളുടെ വീട്ടുകാരും നിങ്ങളെ ഒരു കറവപ്പശായിട്ടാണ് നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ വീട്ടിൽ കിച്ചന് റൂമുണ്ടെന്നും എന്നതൊക്കെയായിരുന്നു നിങ്ങൾ പറഞ്ഞത്. നിങ്ങളതുപോലെ കാർ എടുക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട് എൻ്റെ മൂത്ത മോനായിട്ട് ഞാൻ എന്നെ നോക്കുന്നില്ല എന്നല്ലേ പറഞ്ഞിട്ട് എന്നെ നോക്കി. ആ സമയത്തും കിച്ചു നിങ്ങളെ വലിയ മൈൻഡൊന്നും ചെയ്യുന്നില്ല. അവനെ ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നത് അവൻ ഓരോ കൊച്ചിനോട് ഇത്രയും നാളും കണ്ടിട്ടുള്ളതിൽ കിച്ചു ആത്മാർത്ഥമായിട്ട് അവൻ്റെ മനസ്സിൽ നിന്ന് വരുന്ന പോലെ അവനൊരു ഇത് കാണിക്കുന്ന കണ്ടിട്ടുള്ളത് ആ റിതപ്പൻ്റെ അടുത്താണ്. ആ കുഞ്ഞിനെ എടുക്കുകയും അതിനെ സ്നേഹിക്കുകയും ചെയ്യുന്നതാണ് അവനെ കാണിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു കിച്ചു അനുഭവിച്ച ആ ഒരു ഇതിലൂടെ തന്നെയാണ് റിതപ്പനും പോകുന്നതെന്ന് ഏകദേശം കിച്ചുവിന് അറിയാൻ തോന്നും. അവനെ ആരും മൈൻഡ് ചെയ്യാനില്ല, സ്നേഹിക്കാനുമില്ല. അതുകൊണ്ടാണ് കിച്ചു റിതപ്പനോട് അത്രയും സ്നേഹം കാണിക്കുന്നത്. നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ഈ പരത്തെറി വിളിക്കുന്നത് എനിക്കറിയത്തില്ല. നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് പരത്തെറി വിളിക്കുന്നത് അറിയത്തില്ല. അവിടെ കൊണ്ട് നിന്നു. പിന്നെ ഏതോ കോളോ പാട്ടോ ഏതാണ്ട് വന്ന് അവിടെ കൊണ്ട് നിന്നു. ഈ തെറി വിളിക്കാനുള്ള അവസരം ആരാണ് കൊടുത്തത്? ഇത് മാത്രമുള്ള ഇപ്പോൾ വിഷയം. ഈ കിച്ചുവിൻ്റെ പ്രശ്നം തന്നെയാണ് ഇതിപ്പോൾ പെട്ടേക്കുന്നത്. അല്ലെങ്കിൽ ഇതിനേക്കാൾ വളരെ മോശമായിട്ട് ഒരു പെണ്ണിൻ്റെ ജീവിതത്തിൽ ഭയങ്കര ഏറ്റവും ഒരു പെണ്ണിൻ്റെ അഭിമാനമാണ് ഒരു പെണ്ണിന് ഏറ്റവും വലുത്. ആ ഒരു കാര്യത്തിന് വൃത്തികേട് പറഞ്ഞിട്ട് പോലും ഇവർ ഒരു പ്രതികരണമോ അതിനെതിരെ ഇതുപോലൊരു ശക്തമായിട്ട് അവർ ഒന്നും വന്നിട്ടില്ല. പക്ഷെങ്കിൽ ഈ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഇവർ ഇമേജ് മൊത്തത്തിൽ തകരുവാണ് ചെയ്തത്. ഇവരുടെ ഇമേജ് ശരിക്കും തകർന്നു പോയി. അത് ഇവർക്ക് നല്ലപോലെ അറിയാം. ഇനി ഇവർക്ക് ഓരോ കാര്യത്തിനും പുറത്തോട്ട് ഇറക്കുമ്പം ആൾക്കാർ ഓരോന്നും ചോദിക്കുമെന്നറിയാം. നമ്മൾ മലയാളികളുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ സാധാരണക്കാർ മനുഷ്യരുടെ ഇടയിലേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെന്നാൽ അവർ നേരിട്ട് കാണുമ്പോൾ പ്രതികരിക്കും. അതൊക്കെ ഇവർക്കറിയാം.
അതുകൊണ്ടാണ് ഇവർ ഇത്രയും കരഞ്ഞ് പിഴിഞ്ഞ് ഇവർ വന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഇവർ ഇത്രയും കാര്യങ്ങൾ കരഞ്ഞ് പിഴിഞ്ഞ് വന്ന് പറഞ്ഞല്ലോ. ഇവർ പക്ഷേ ഇവരുടെ ആ പെയ്ഡ് സബ്സ്ക്രൈബ് ചെയ്ത് അതിനകത്ത് ഇവരൊരു വീഡിയോ ഇട്ടായിരുന്നു ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക്. കാര്യം അതിനകത്ത് പെയ്ഡ് ചെയ്തില്ല, ഇത് എടുത്ത് പലരും പുറത്തോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്, ഇത് കണ്ടോ എന്നും പറഞ്ഞുകൊണ്ട്. കാര്യം എന്നാന്ന് വെച്ചാൽ ഇവർ അഭിനയിക്കുമാണെന്നുള്ളതാണ് അവർ പറഞ്ഞു വെക്കുന്നത്. കാര്യം ഇവർ ഇവിടെ കരഞ്ഞും പിഴിഞ്ഞും പറഞ്ഞ് അപ്പുറത്ത് പോയി ഇവർ കാണിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്നാന്ന് ചോദിച്ചാൽ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഗുഡ് മോർണിംഗ് ഉമ്മ, ഹാവ് എ നൈസ് ഡേ, ടേക്ക് കെയർ, ലവ് യു ഓൾ. കേട്ടോ, എത്ര വികാരത്തോടു കൂടിയാണ് ലവ് യു ഓൾ എന്നൊക്കെ പറയുന്നത്. വികാരം അങ്ങ് തുളുമ്പി അങ്ങ് ഒഴുകുവാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇവരൊരു ഫോട്ടോയും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവർ അതിനകത്തൊരു ഫോട്ടോയും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. കാര്യം എന്നാന്ന് വെച്ചാൽ പറഞ്ഞില്ല, ഇവരുടെ ഫോട്ടോസോ കാര്യങ്ങളോ നമ്മൾ ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഡോളർ കയറത്തില്ല, അത് കട്ടായി കിടക്കും. അത് എന്നെ നമ്മൾ ചെയ്ത് കട്ടായി കിടക്കും, അത് കിട്ടത്തില്ല നമുക്ക്. അങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവരുടെ വീഡിയോസൊക്കെ എടുത്ത് ചിലതൊക്കെ കണ്ട മൈൻഡ് കൊടുക്കാത്ത പോട്ടെന്ന് വിചാരിക്കുന്നത്. കാര്യം എന്താ വെച്ചാൽ നമ്മളും കഷ്ടപ്പെടുന്ന പൈസയ്ക്ക് വേണ്ടി തന്നെയാണ്. ഇവരുടെ ഈ വീഡിയോ എടുത്തിട്ടേച്ച് നമുക്ക് അതിനകത്ത് പ്രയോജനം വന്നിട്ട് നമ്മൾ അതിനകത്ത് എടുത്തതെന്ന് ചില സമയത്ത് ഓർക്കും. പിന്നെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നത് എന്നാന്ന് ചോദിച്ചാൽ ചില സത്യങ്ങളൊക്കെ മനുഷ്യരറിയണം. എന്നും ഇവർ കാണിക്കുന്ന നെഗറ്റീവ് മാത്രം പോസിറ്റീവ് എന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. എന്നാൽ ഏറെക്കുറെ ആൾക്കാർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. രേണു ഇനിയിപ്പോൾ കരഞ്ഞല്ല, എങ്ങനെ വന്നെന്ന് പറഞ്ഞാലും ഈ മനസ്സിലാക്കിയവരൊക്കെ ഇതൊക്കെ തന്നെ മനസ്സിലാക്കി തന്നെയാണ്. ഇനി അത് മാറ്റിയെടുക്കാൻ ഇനി ഒറ്റ വഴിയേ ഉള്ളൂ. രേണുവും കിച്ചു ഒന്നിച്ച് വരിക. നിങ്ങൾ രണ്ടും ഒന്നിച്ച് വന്ന് രേണു ഉത്തരം പറഞ്ഞാൽ മതി, എനിക്ക് കുറേ തെറ്റുകൾ പറ്റിപ്പോയി, ആ തെറ്റ് തിരുത്താൻ ഞാൻ തയ്യാറാണ്, എൻ്റെ മകനോട് ഞാൻ ചെയ്ത് തെറ്റാണ്, അവനായിട്ട് ഒന്നിച്ച് ഞാൻ പോകാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങളെ ആൾക്കാർ സ്നേഹിക്കും. പിന്നെ ചിലരൊക്കെ വന്ന് കമൻറ്റ് ചെയ്യുന്ന കണ്ട് സ്വന്തം മോനല്ലല്ലോ പിന്നെ രേണു എന്തിനാ എത്ര വലിയ കാര്യമായിട്ട് എടുക്കേണ്ടതെന്ന് ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ. ഇങ്ങനെ എത്രയോ പേരുണ്ട് വിവാഹം കഴിച്ചിട്ടുള്ളത്. ഈ ആദ്യ ഭാര്യ മരിച്ചു പോയവർ, ആദ്യ ഭർത്താവ് മരിച്ചു പോയി, രണ്ടാമത് കല്യാണം, അവർക്കും കുട്ടികളോടുകൂടി അവർ വേറെ കല്യാണം കഴിക്കുമ്പോൾ എത്രയോ എടുത്തുണ്ട്. എനിക്കറിയാവുന്ന ഒരു ഫാമിലി ഉണ്ട്, അവർ കല്യാണം കഴിച്ച് ആ ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞ് ഭർത്താവ് മരിച്ചു പോയി, അത് കഴിഞ്ഞ് അവർ വേറെ കല്യാണം കഴിച്ച് ആ മനുഷ്യന് അത് കഴിഞ്ഞ് 2 കുഞ്ഞുങ്ങളും ഉണ്ടായവരിൽ. പക്ഷേ ആ മൂത്ത കൊച്ചിനോടാണ് അവർ അദ്ദേഹത്തിൻ്റെ സ്നേഹം, ആ അദ്ദേഹത്തിൻ്റെ ചോരയിലുണ്ടായ കുഞ്ഞിനേക്കാൾ കൂടുതൽ സ്നേഹം ആ മൂത്ത കുഞ്ഞിനോടാണ്. ആ കുഞ്ഞിനും അതുപോലെ തന്നെയാണ്, അദ്ദേഹത്തിനോടാണ് ഭയങ്കര സ്നേഹം. ആൺകുട്ടിയാണ്, പെൺകുട്ടിയൊന്നുമല്ല, ആൺകുട്ടിയാണ്, അതിനോട് ഭയങ്കര സ്നേഹമാണ്. എന്ന് പറയുന്ന പോലെ ഈ ഭർത്താവ് ഒരു പുരുഷൻ കല്യാണം കഴിച്ച് ഭാര്യ നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ നേഴ്സിൻ്റെ തന്നെ എടുത്ത് നോക്ക്. നിങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ സ്വന്തം കുഞ്ഞല്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ, അവരെത്ര ഇതായിട്ടുണ്ടാക്കും. അവരും റീലും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. ആ അമ്മയും മക്കളുമായിട്ട് ആ കുഞ്ഞുങ്ങൾ എന്നാ സ്നേഹമാണ്. അവർ ആ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അവരുടെ മനസ്സിൽ എത്രമാത്രം കുഞ്ഞുങ്ങളോട് സ്നേഹം ഉണ്ടെന്നുള്ളത്. നേഴ്സിന് കൊറോണ സമയത്ത്, കൊറോണയല്ല നിപ്പയുടെ സമയത്ത് മരിച്ചുപോയ നേഴ്സ്, അവരുടെ കുഞ്ഞുങ്ങളെ അദ്ദേഹം വേറെ കല്യാണം കഴിച്ച്. കാര്യം എന്നാന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും വേറെ കല്യാണം കഴിക്കുന്നത്, പ്രത്യേകിച്ച് ആണുങ്ങളാകുമ്പോഴത്തേക്കുണ്ടല്ലോ. പെണ്ണുങ്ങളാകുമ്പോൾ എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് കാര്യങ്ങൾ പോകും. അവർക്ക് ഒരു ജോലിയുടെ ഒരു പ്രശ്നം വരുന്നത്. പക്ഷേ ആണുങ്ങൾ അങ്ങനെയല്ല, അവർ ജോലിക്ക് പോകുമ്പോൾ അവർ കുഞ്ഞുങ്ങൾ ഒറ്റയ്ക്കായി പോകും. വീട്ടിലൊരു അമ്മയില്ലെങ്കിൽ ആ ഒരു അടുക്കും ചിട്ടനും കൂടി ആ കുടുംബം പോകത്തില്ല. കുഞ്ഞുങ്ങൾ അതുങ്ങൾ എങ്ങനെയില്ല, അതുങ്ങൾ മോശം അവസ്ഥയിലേക്ക് പോകത്തേ ഉള്ളൂ. കിച്ചുവിൻ്റെ ഈ ഒരു കിച്ചു നിങ്ങളുടെ വീട്ടിൽ വെച്ചാണ് ഇതിങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അഡിക്റ്റ് ആയത് നിങ്ങൾ ചിന്തിക്കണം. ആ മകനെ ഇത്രയും സ്നേഹിക്കുന്ന ഒരു അമ്മ ഉള്ളിടത്താണ് 4 പേരോട് പറയുന്നുണ്ട്, ബിഗ് ബോസിലൊക്കെ വെച്ച് എന്നതായിരുന്നു നിങ്ങൾ കാണിച്ചത്, നിങ്ങൾക്ക് കിച്ചു മോനെ അമ്മയ്ക്ക് ഇതിനെ കാണാതിരിക്കുക, അതൊക്കെ നിങ്ങളുടെ എത്രയോ അഭിനയമായിരുന്നു എന്നൊന്ന് ഓർത്ത് നോക്കിക്കേ. എത്രയോ അഭിനയമായിരുന്നു ഓർത്ത് നോക്കിയേ. ആ കൊച്ചു ആ സമയത്തൊക്കെ നിങ്ങളെ വീട്ടിൽ പോലും കയറ്റുന്നില്ലായിരുന്നു ആ കൊച്ചിനെ. തന്നെ കഷ്ടപ്പെട്ട് ജീവിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചു പോയതായിരുന്നു. ഒത്തിരി കാര്യങ്ങൾ ഇനി ഉണ്ട് കേട്ടോ. ഷെബീന ബീബി എന്തൊക്കെയോ ഇനി വീഡിയോയിൽ ഇടുന്നുണ്ടെന്ന് പറയുന്നത് കേട്ട്, കിച്ചു പഠിക്കുന്നതൊക്കെ കിച്ചുവിൻ്റെ സ്വന്തം ചിലവില്ലെന്നും അങ്ങനെയൊക്കെ എന്നൊക്കെ കാര്യങ്ങൾ അവർ പറയുന്നത് കേട്ട് അവരിനി ആ വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. അവർ കിച്ചുവിനെ കാണാൻ പോയതും അവരുടെ ചാനലിനകത്ത് അതൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നാണെങ്കിലും നമുക്കിത് കേട്ടവർക്ക് എല്ലാവർക്കും മനസ്സിൽ ഒരുപാട് വിഷമം തോന്നിയ ഒരു കാര്യങ്ങളാണ് കിച്ചുവിൻ്റെ വീഡിയോ എന്നത്. പിന്നെ രേണു ആത്മഹത്യ ഭീഷണിയും കൊണ്ട് വരുന്നത് എന്നതിനാന്ന് ചോദിച്ചാൽ നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും ഈ ഒരു പ്രശ്നം മാറി ഈ ഒരു കാര്യത്തിലേക്ക് വരാൻ വേണ്ടിയാണ്, കിച്ചുവിൻ്റെ ഒരു വിഷയം മറക്കാൻ വേണ്ടിയാണ്. ഇത് കുറേ കഴിയുമ്പോൾ ആൾക്കാരൊക്കെ മറക്കും, ഇല്ലെന്നല്ല, പുതിയ കാര്യങ്ങൾ വരുമ്പോൾ പഴയ കാര്യങ്ങൾ വിട്ടുപോകും. പക്ഷെ നിങ്ങളുടെ ആ മുഖംമൂടി അഴിഞ്ഞു വീണു എന്നൊരിതേ ഉള്ളൂ. നിങ്ങൾ ആത്മഹത്യ ചെയ്യേണ്ട കാര്യത്തിൽ ഒന്നുമില്ല. നിങ്ങൾക്ക് ഇനിയും ഇത് തിരുത്തി ജീവിക്കാൻ ഒരുപാട് സമയമുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നാന്നുള്ളത് നിങ്ങൾക്ക് കമൻറ്റിലൂടെ പറയാം. എൻ്റെ അഭിപ്രായങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ അഭിപ്രായം ആയിരിക്കണമെന്നില്ലല്ലോ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ. നിങ്ങൾക്ക് അഭിപ്രായങ്ങളൊക്കെ പറയാം. മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം.